നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. UDF വിട്ട KR ഗൗരിയമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി R ബാലകൃഷ്ണപിള്ള. ഗൗരിയമ്മയെ UDF 20 വർഷം ചുമന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ക്രമക്കേടുകൾ അറിഞ്ഞുകൊണ്ട് മൗനം പാലിച്ചെന്നും പിള്ള. മോഡി വിഭാഗീയതയുടെ പ്രതീകമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CPM-ൽ സ്ഥാനാർത്ഥിയാക്കാൻ കൊള്ളാവുന്നവരില്ലെന്നും ഉമ്മൻചാണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം KB ഗണേഷ് കുമാർ മന്ത്രിയായേക്കും. ഗണേശും പിള്ളയും മുഖ്യമന്ത്രിയും പത്തനാപുരത്തെ രഹസ്യ ചർച്ച നടത്തി. വേട്ടയാടി പിടിച്ച മയിലിനെ പാകം ചെയ്ത് കഴിക്കുന്നതിനിടെ 4-അംഗ സംഘത്തിലെ 2 പേർ വനപാലകരുടെ പിടിയിലായി. കൊല്ലത്ത് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പര്യടനത്തിനു ശേഷം ഇടത് വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടരുന്നു. UDF വിട്ട JSS നേതാവ് KR ഗൗരിയമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി R ബാലകൃഷ്ണപിള്ള. ഗൗരിയമ്മയെ തങ്ങൾ 20 വർഷം ചുമന്നതാണെന്ന് പിള്ള പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന ക്രമക്കേടുകൾ അറിഞ്ഞുകൊണ്ട് UDF മിണ്ടാതിരുന്നതാണെന്നും പിള്ള പറഞ്ഞു. അഞ്ചലിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ ഇന്നലെ ഗൗരിയമ്മ പച്ചയ്ക്ക് പ്രസംഗിച്ചു. ഗൗരിയമ്മ 20 കൊല്ലം ചുമന്നവരാ ഞങ്ങള്. ഗൗരിയമ്മ നുള്ളി എന്റെ വലത്തെ തുടയുടെ ആ കറപ്പൊന്നും ഇപ്പോഴും പോയിട്ടില്ല. ഞാനും അവരും അടുത്തടുത്ത മന്ത്രിസഭ ഇരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നെ നുള്ളുമായിരുന്നു. 2 പാടിയുള്ള കവറും മുണ്ടിന്റെ അകത്തും നുള്ളുമായിരുന്നു. ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നു ഗൗരിയമ്മ UDF മോശമാണ്. ഗൗരിയമ്മേ, UDF മോശമായതുകൊണ്ടാണ് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന കള്ളം മുഴുവൻ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത് മോശമായതുകൊണ്ടാണ് എന്ന് മാത്രം ഗൗരിയമ്മ ഇപ്പോൾ ഓർത്തിരുന്നാൽ മതി. വേറെ കൂടുതലൊന്നും പറയാനായിരുന്നു. യൂനിസോണിന് അറിയാമല്ലോ കഥ. ഗൗരിയമ്മ പറഞ്ഞിരിക്കുന്നു ഒരുപാട് വിഷമം. UDF-ൽ വന്ന് UDF അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഒന്നാന്തരം വകുപ്പുമായി ഈ രാജ്യം ഭരിച്ചവരാണ്. MA ബേബിയുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വത്തെ പിള്ള പരിഹസിച്ചു. പാർലമെന്റിലെ കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് പെർഫോമൻസ്, അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു, പാർലമെന്റിലെ പെർഫോമൻസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മോശമായതുകൊണ്ട് പെർഫോമൻസ് നന്നാക്കാൻ ഒരാളെ കണ്ടുപിടിക്കും. എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബേബി പെർഫോമൻസ് അവിടെയും നന്നാകുകയില്ല, ബേബി ജയിച്ച കുണ്ടറയും നന്നാകാൻ പോകുന്നില്ല എന്നാണ് എനിക്കിതിനെ കുറിച്ച്. CPM-ന് സ്ഥാനാർത്ഥി ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നസെന്റിനെ പോലെ പാർലമെന്റിൽ പോയാൽ പ്രയോജനമില്ലാത്തവരെ മത്സരിപ്പിക്കുന്നത്. പൊന്നാനിയിലെയും പത്തനംതിട്ടയിലെയും CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തെയും പിള്ള പരിഹസിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുള്ളി ജീവിതത്തിൽ സിനിമ കാണിക്കുന്ന മുണ്ട് പൊക്കി കാണിക്കൽ നടത്തി അങ്ങ് പിരിയും. അതേകൊണ്ട് ബാക്കിയായി എനിക്കൊക്കെ ഇതാണ്. എന്തിനാ ഇന്നസെന്റിനെ പാർലമെന്റിൽ അയക്കുന്നത്? ഇന്നസെന്റ് അല്ലേ, എന്തിനാ പാർലമെന്റിൽ അയക്കുന്നത്? പാർലമെന്റിലൊക്കെ പോകുന്ന ആളുകൾ എന്തിനാ പോകുന്നത് എല്ലാവർക്കും അറിയാം. പാർലമെന്റിൽ പോകുന്ന ആളുകളെ ഒന്നുകിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ പരിചയമുണ്ടെങ്കിൽ പാർലമെന്റിൽ പോയാൽ പ്രയോജനമാണ്. ഇന്നസെന്റൊക്കെ ഒരു പഞ്ചായത്ത് വരെ പോകാമെന്നല്ല അതിന് മേലോട്ട് പോകാൻ പറഞ്ഞിട്ടില്ല, ദൈവം പറഞ്ഞിട്ടില്ല. അത് വേറൊരു കാര്യം. ഇന്നസെന്റാ ഒരു സ്ഥാനാർത്ഥി. ഇവർക്ക് ഇത്ര സ്ഥാനാർത്ഥി ദാരിദ്ര്യം. പൊന്നാനിയുടെ ഒരാൾ, അയാൾ ആരാന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ പൊന്നാനിയുടെ സ്ഥാനാർത്ഥി ആരാന്ന്? എനിക്ക് എൻ്റെ ആളെ പരിചയമില്ല. അസീസിന് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോൺഗ്രസ് ആണെന്ന് അയാൾ പറയുന്നു, എനിക്ക് കോൺഗ്രസ്സുകാരും ആരും പറയുന്നില്ല എന്തോണെന്ന്. അല്ല, ഈ കോൺഗ്രസ്സുകാരെ മാത്രം ഇങ്ങനെ തപ്പി നടക്കുന്നതിനാ? പിന്നെ വേറൊരാൾ ഫിലിപ്പോസ് തോമസ്, പത്തനംതിട്ട, പുള്ളി പറയുന്ന ആറന്മുള അമ്പലത്തിന്റെ കൊടിവരത്തെ ലൈറ്റ് ഇടാൻ പോകുന്നു. ഇത് കേട്ടാത്തൊന്നും. ഫിലിപ്പോസ് തോമസ് പറഞ്ഞു നിർമാല്യം, അത് ഈ BJP-കാരോട് അവിടെ സമരം നടത്തിയപ്പോൾ കിട്ടിയ നിർമാല്യം തൊഴാൻ പോയാൽ ആളുകൾക്ക് നിർമാല്യം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്കാന്ന് ധരിച്ചിരിക്കുന്ന ആളാ ഇയാള്. രാവിലെ 4:30 നിർമാല്യം തൊഴാൻ പോയാൽ ലൈറ്റ് കാണും. അത് പറഞ്ഞതിന് പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കി.
ജാതി നോക്കിയാണ് CPM പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെങ്കിൽ അതിന്റെ അടിസ്ഥാനം തനിക്ക് മനസ്സിലാകുന്നില്ല. PK ശ്രീമതി ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരിയാണ്. LDFന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കാരക്കോണം കോളേജിന്റെ കാശു വാങ്ങിക്കലിന്റെ ചീഫാണെന്നും പിള്ള ആരോപിച്ചു. കേരള ബാലജാതി കണ്ണൂർ ചെന്നപ്പോ സുധാകരൻ ഈഴവൻ, ഒരു ശ്രീനിപ്പൊട്ടൻ എന്താ പേര്, ലോകം കണ്ടത് ഏറ്റവും വലിയ അഴിമതിക്കാരിയാണ് നമ്മുടെ ശ്രീമതി. അവര് നായരാന്നാ പറയുന്നത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് നായരാണ്. ലിസ്റ്റിലൊന്നും പേര് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇങ്ങനെ ജാതി പറയാം, ഇങ്ങനെ ജാതി പറയുന്നത് ശരിയാകും. വയനാട്ടിൽ ഇപ്പൊ എന്താ ജാതി? നായരും മുസ്ലിമും. വയനാട്ടിൽ പറ്റിയ ജാതി നോക്കിയാ ചെയ്തേക്കുന്നത്. ഇത് കേട്ടാ തോന്നും ഇവരൊക്കെ ഈ ജാതിക്ക് വളരെ അറിവുകളാണ്. തിരുവനന്തപുരത്തൊരു സ്ഥാനാർത്ഥി എന്നത് അച്യുതാനന്ദൻ അയാൾക്കെതിരായി നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പി ഇന്ന് തിരുവനന്തപുരത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്യുതാനന്ദൻ കാരക്കോണം കോളേജിന്റെ കാശുമേടിപ്പിന്റെ ചീഫായിരുന്ന ഈ സ്ഥാനാർത്ഥിക്കെതിരായി നാടാരെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. NK പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പിള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കരിക്കത്തിൽ പ്രസേനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ N പീതാംബരക്കുറുപ്പ് MP, മന്ത്രി ഷിബു ബേബി ജോൺ, ഭാരതീപുരം ശശി, പ്രതാപോർമ തമ്പാൻ, ചാമക്കാല ജ്യോതികുമാർ, A യൂനുസ് കുഞ്ഞ്, A അസീസ് MLA, S താജുദ്ദീൻ, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, ബെന്നി കക്കാട്, S ഇബ്രാഹിംകുട്ടി, കരിക്കത്തിൽ തങ്കപ്പൻ പിള്ള, രവീന്ദ്രനാചാരി, അറക്കൽ ബാലകൃഷ്ണപിള്ള, C മോഹനൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മോഡി വിഭാഗീയതയുടെ പ്രതീകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാനാണ് മോഡിയിലൂടെ BJPയുടെ ശ്രമം. UDF പത്തനാപുരം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി. മോദിക്ക് ഇന്ന് BJP പ്രാധാന്യം, പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം സെക്യുലർ ഇന്ത്യ. സ്വന്തം പാർട്ടിയിൽ നല്ല നേതാക്കന്മാരില്ലെന്ന കുറ്റസമ്മതമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ CPM നടത്തിയിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ തന്നെ ആ പാർട്ടി എങ്ങനെ പോകുന്നു എന്നതിന് വ്യക്തമായി അവര് ജനങ്ങളിൽ നടന്നു കഴിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ സ്ഥാനാർത്ഥി. UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആര് ജയിക്കണം എന്നത് വളരെ വ്യക്തമാണ്. സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് സ്ഥാനാർത്ഥികളെ എടുക്കാൻ പോലും മടിക്കില്ല. അതിന്റെ അർത്ഥമല്ല ഞങ്ങളുടെ പാർട്ടി കൊള്ളാൻ പോലുമില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ജയിക്കാൻ പറ്റുന്നവരില്ല. UDFനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ച LDFന് RSP മുന്നണി ബന്ധം ഉപേക്ഷിച്ചത് വൻ തിരിച്ചടിയായതായും അദ്ദേഹം പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ ബാബു മാത്യു അധ്യക്ഷനായി. മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് വോട്ടർമാരെ അഭിസംബോധന ചെയ്തു. കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള, KP ഗണേഷ് കുമാർ, പ്രതാപോർമ തമ്പാൻ, ബെന്നി കക്കാട്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് A യൂനുസ് കുഞ്ഞ്, KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി, KPCC സെക്രട്ടറി G രവികുമാർ, KPCC നിർവാഹക സമിതി അംഗങ്ങളായ CR നജീബ്, അഡ്വക്കേറ്റ് അലക്സ് മാത്യു, UDF ജില്ലാ കൺവീനർ കരിക്കത്തിൽ തങ്കപ്പൻ പിള്ള, നിയോജക മണ്ഡലം കൺവീനർ K അനിൽ, M ഷേഖ് പരീദ്, J ഷാജഹാൻ, ഘടകകക്ഷി നേതാക്കളായ മാധവൻ പിള്ള, ചിരട്ടക്കോണം സുരേഷ്, കാർത്തികേയൻ, M ജയചന്ദ്രൻ, പള്ളിത്തോപ്പിൽ ഷിബു, AR ബഷീർ, M അബ്ദുൾ റഹ്മാൻ, നൂറുദ്ദീൻ സാഹിബ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി KB ഗണേഷ് കുമാർ MLAയെയും ജനറൽ കൺവീനറായി ബാബു മാത്യുവിനെയും തെരഞ്ഞെടുത്തു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദേശീയ തലത്തിൽ ഉറച്ച ഗവൺമെന്റ് ഉണ്ടാക്കാൻ UPAക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രാജ്യത്തിന്റെ പ്രാണവായുവായ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ UPA അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യന് പ്രാധാന്യമോ അതുപോലെ ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് സാധിക്കും. കുളത്തൂപ്പുഴയിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബുധനാഴ്ച സംഘടിപ്പിച്ചു. NCP സംസ്ഥാന കമ്മിറ്റി അംഗം TY ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിഘോഷിക്കുന്ന വികസനം ഗുജറാത്തിലില്ലെന്നും മോഡിയെ വികസന നായകനായി ചിത്രീകരിക്കുന്നത് ഫാസിസ്റ്റ് ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. 0.2% വർധനവാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ഗുജറാത്തിൽ ഉണ്ടായി എന്ന് പരാമർശം. അതിലധികം വികസനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഏറ്റവും ഭീമാരു എന്ന് പറയുന്ന ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അടക്കമുള്ള ഏറ്റവും വികസനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ പോലും ഇദ്ദേഹത്തിനെ വികസനത്തിന്റെ പുതിയ അപ്പോസ്തലനായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കന്മാരെ പോലും മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയായും വികസനത്തിന്റെ ആളായും മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതര നിലപാടുകൾ, മതേതര കാഴ്ചപ്പാടുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫാസിസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗം. ബൂത്ത് തല യോഗങ്ങൾ 22-നകം പൂർത്തിയാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. K. അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ S. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. VS സതീഷ്, VG രാജേന്ദ്രൻ, രവീന്ദ്രൻ പിള്ള, ലൈല BV, B. രാജീവ്, P. അനിൽകുമാർ, CJ രാജു, EK സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. LDF ചിത്ര മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കടക്കൽ ഏരിയ സെക്രട്ടറി S. വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തൂക്കുമന്ത്രിസഭയാണ് ഇത്തവണ അധികാരത്തിൽ വരികയെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു തൂക്കുസഭ, വല്ലാതെ അനിശ്ചിതത്വമുള്ളൊരു സർക്കാരിന്റെ, വല്ലാതെ അനിശ്ചിതത്വമുള്ളൊരു സഭയുടെ ലക്ഷണമാണ്. വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുന്ന പ്രതിഭാസമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ ചാക്കുകളിൽ പണവുമായി ആളുകൾ വരുന്നത്. എന്നാൽ ഇത്തവണ പല പ്രമുഖരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ എത്രയോ ദശകങ്ങൾ നമ്മുടെ രാജ്യത്തെ നയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളൊരു കാര്യം, ഡൽഹിയിലുള്ള ആസ്ഥാന മന്ദിരത്തിന്റെ മുമ്പിൽ വലിയ ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നുകൂടാൻ. വലിയ തിക്കുനിരക്കുമാണ്. ചാക്ക് നിറയെ പണവുമായി ചെന്നിട്ട് അവിടെ വലിയ ബഹളം വെക്കുന്ന ചിത്രം ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിന്റെ ഏറ്റവും പ്രാമാണികരായ നേതാക്കന്മാർ, ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒളി സങ്കേതത്തിലേക്ക് മാറുകയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് UPA സർക്കാർ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ജിംനേഷ്യത്തിൽ പോയി പരിശീലനം നേടുന്ന രീതിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നരഭോജിയായിട്ടുള്ള ഒരാൾ പ്രധാനമന്ത്രി ആകാൻ വല്ലാതെ ജിംനേഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിംനേഷ്യത്തിൽ യുവാക്കൾ പോകുന്നത് പോലെ പ്രധാനമന്ത്രിയെ ആയി എങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും താൻ പെരുമാറേണ്ടത് എന്ന് വേഗതയോടെയുള്ളൊരു പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭീകരനെ പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാതെ ഹരം കൊള്ളുന്ന ചുരുക്കം യുവാക്കളും നമ്മുടെ കേരളത്തിലുണ്ട്. LDF ചിത്രമേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശബരിനാഥ് അധ്യക്ഷനായി. സെക്രട്ടറി വിജയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കാരകുളം ബാബു, S. ബുഹാരി, K. സുകുമാരപിള്ള, ആനന്ദകുസ്മം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ കിഴക്കൻ മേഖലയിൽ വിജയകരമായി നടക്കുകയാണെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ. കോൺഗ്രസും UDFും മുമ്പില്ലാത്ത വിധം പ്രചരണ രംഗത്ത് ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളുടെ എല്ലാം കൺവെൻഷൻ പൂർത്തീകരിച്ച് നാളെ മണ്ഡലം കൺവെൻഷന് ശേഷം സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യാതൊരു വിധമായ അഭിപ്രായവ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മനസ്സിലാക്കിയത് ഇത്രയും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ചും UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെ ആദ്യമായിട്ടുള്ള സംഭവമാണ്. വേട്ടയാടി പിടിച്ച മയിലിനെ പാകം ചെയ്ത് കഴിക്കുന്നതിനിടെ 4 അംഗ സംഘത്തിലെ 2 പേർ തെന്മലയിൽ വനപാലകരുടെ പിടിയിലായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ സാംനഗർ സ്വദേശികളായ ജാഫർ ഖാൻ, ഷമീർ എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. റോസ്മല സ്വദേശികളായ ബാബുരാജ്, നവാസ് എന്നിവർക്കായി വനപാലകരും പോലീസും തെരച്ചിൽ നടത്തുന്നുണ്ട്. ബുധനാഴ്ച രാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. കൂട്ടുകാർക്കൊപ്പം വേട്ടയാടിയ മയിലിനെ പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു നവാസ്. രഹസ്യവിവരത്തെ തുടർന്ന് നവാസിന്റെ വീട്ടിലെത്തിയ വനപാലകർ ഇവരെ തൊണ്ടി സഹിതം പിടികൂടുകയായിരുന്നു. ഇവരെ പിടികൂടാൻ വനപാലകർ നാട്ടുകാരുടെയും സഹായം തേടി. ജാഫർ ഖാനെ സംഭവസ്ഥലത്തും ഷമീറിനെ വ്യാഴാഴ്ച രാവിലെ ആര്യങ്കാവിൽ വെച്ച് റോസ്മല ബസിൽ നിന്നുമാണ് പിടികൂടിയത്. ഫോറസ്റ്റർ ബാബു, ബീറ്റ് ഫോറസ്റ്റർമാരായ സുഗീഷൻ, ഗോപകുമാർ, വാച്ചർമാരായ ലതീഷ്, ദേവേശ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ ചെന്തുണി വൈൽഡ് ലൈഫിന്റെ ഡാമിലുള്ള ഓഫീസിലെത്തിക്കുകയും ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ വനംവകുപ്പ് നിയമത്തിലെ ഷെഡ്യൂൾ 1 പാർട്ട് 3 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും കൂട്ടുപ്രതികളെ ഉടൻ പിടികൂടുമെന്നും ചെന്തുണി വൈൽഡ് ലൈഫ് റേഞ്ച് ഓഫീസർ ഫാബി പറഞ്ഞു. വന്യജീവി വിഭാഗത്തിൽപ്പെട്ട മയിലിനെ വേട്ടയാടി കൊന്ന് ഇറച്ചി വേവിച്ച് കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ഇതിൽ 4 പ്രതികളുണ്ട്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. അവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറസ്റ്റ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, തെന്മല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം KB ഗണേഷ് കുമാർ മന്ത്രിയായേക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രി ഗണേഷ് കുമാറുമായും R ബാലകൃഷ്ണപിള്ളയുമായും രഹസ്യമായി ചർച്ച നടത്തി. അതേസമയം ഇക്കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് ഇവിടെ കാത്തു നിൽക്കുന്നത്. സർ, ഈ ചർച്ചയെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട് സർ. ഞങ്ങൾക്ക് UDF പത്തനാപുരം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലെത്തിയാണ് ചർച്ച നടത്തിയത്. R ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാറും പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുമ്പോൾ കാണുന്നതിനും ചർച്ച നടത്തുന്നതിനും അവസരമൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിനിടയിലും 1 മണിക്കൂറോളം സമയം ചർച്ചകൾക്കായി മുഖ്യമന്ത്രി മാറ്റിവെച്ചത്. പത്തനാപുരം റെസ്റ്റ് ഹൌസിൽ രാവിലെ 10:15 എത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി R ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രതീക്ഷിച്ചെങ്കിലും അവർ എത്തിയിരുന്നില്ല. 10:30 കൺവെൻഷൻ നടക്കുന്ന ക്രൌൺ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ വരെ എത്തിയ മുഖ്യമന്ത്രി പിള്ളയും ഗണേശും കൊടിക്കുന്നിലും ഗണേശന്റെ വസതിയിലുണ്ടെന്ന് കൊടിക്കുന്നിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലുവിള പോലീസ് സ്റ്റേഷൻ റോഡ് വഴി ഗണേഷ് കുമാറിന്റെ വസതിയിലെത്തി. ആദ്യം ഉമ്മൻചാണ്ടിയും കൊടിക്കുന്നിലും R ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാറും DCC പ്രസിഡന്റ് G പ്രതാപവർമ്മ തമ്പാനും KPCC എക്സിക്യൂട്ടീവ് അംഗം CR നജീബും ചേർന്ന് 15 മിനിറ്റോളം ചർച്ച നടത്തി. തുടർന്നാണ് 10:45 മറ്റുള്ളവരെ ഒഴിവാക്കി ഉമ്മൻചാണ്ടിയും R ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാറും മാത്രമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത്. 3/4 മണിക്കൂറോളം ചർച്ച നീണ്ടു. 11:30 പുറത്തു വന്ന മുഖ്യമന്ത്രി നേരെ കൺവെൻഷൻ ഹാളിലേക്ക് പുറപ്പെട്ടു. കൊടിക്കുന്നിൽ സുരേഷും DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാനുമാണ് മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയത്. കേരള കോൺഗ്രസ് ബിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയും R ബാലകൃഷ്ണപിള്ളയും പ്രസംഗത്തിനിടെയാണ് മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നടത്താത്തത് പ്രധാന പൈപ്പിൽ നിന്നുള്ള അനധികൃത കണക്ഷനുകൾ മൂലമാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം SM ഖലീൽ ആരോപിച്ചു. അനധികൃത കണക്ഷനുകൾ വിച്ഛേദിച്ച് ജലവിതരണം സുഗമമാക്കണമെന്ന് SM ഖലീൽ ആവശ്യപ്പെട്ടു. നഗരത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന പൈപ്പ് ലൈനിൽ നിന്ന് പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ അനുവാദമില്ലാതെ കണക്ഷൻ നൽകുന്നുണ്ട്. വൻതുക കോഴ വാങ്ങി കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്കും വെള്ളം നൽകുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ചില കരാറുകാരുടെയും ഒത്തുകളി മൂലമാണ് ഇത് നിർബാധം തുടരുന്നതെന്ന് SM ഖലീൽ ആരോപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അറിവോടുകൂടി തന്നെ വാട്ടർ അതോറിറ്റിയുടെ ചില കോൺട്രാക്ടർമാരാണ് സംശയിക്കുന്ന ആൾക്കാരാണ് പല വീടുകളിൽ നിന്നും അമിതമായ പൈസ ഈടാക്കിക്കൊണ്ട് വാട്ടർ ലൈനിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പം പുല്ലൂർ വളർന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവർ ഒരു സാങ്ഷൻ ഇല്ലാതാണ് ഇത് ചെയ്യുന്നത്. പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പല ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഇതുപോലെയുള്ള കണക്ഷൻസ് ആദ്യം എടുത്തു കൊടുക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വാട്ടർ അതോറിറ്റി ശക്തമായി പരിശോധിക്കുകയും അതിനുവേണ്ട നടപടി എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആരോപണമുയർന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും അനധികൃതമായി നൽകിയിട്ടുള്ള കണക്ഷനുകൾ വിച്ഛേദിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. നമുക്ക് കണക്ഷൻ കൊടുക്കാൻ അനുവാദമില്ല. പമ്പിംഗ് മെയിനിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ അനുവാദമില്ല. അങ്ങനെ നമ്മളുടെ അറിവോടുകൂടി എങ്ങും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ കാണുവാണെങ്കിൽ അത് കട്ട് ചെയ്യും. നഗരസഭയുടെ പല പ്രദേശങ്ങളിലും അനധികൃതമായി പ്രധാന പൈപ്പുകളിൽ വാൽവുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ ജലവിതരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വാൽവുകളുടെ എണ്ണം പെരുകിയത് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന വാൽവുകളും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഒരു ഉയർന്ന പ്രദേശം അതിന്റെ താഴോട്ട് വെള്ളം പോകുന്നു. വാൽവില്ലാതെ ഇരിക്കുമ്പോൾ മൊത്തം വെള്ളം താഴോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് അവരുടെ ഏരിയയിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു വാൽവ് സ്ഥാപിക്കപ്പെടുന്നു. അത് പ്രോപ്പറായിട്ടും അവർ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തേക്ക് ഇങ്ങനെ സ്ഥിരമായി കൂട്ടുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പണി തടഞ്ഞു. നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും മുന്നറിയിപ്പ് അവഗണിച്ച് കരാറുകാരൻ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. 40-ാം മൈൽ ഗാന്ധി ജംഗ്ഷനിലാണ് സംഭവം. ടാറിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ കരാറുകാരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് അശാസ്ത്രീയമായി ടാറിംഗ് നടത്തിയെന്നാരോപിച്ചാണ് നാട്ടുകാർ രോഷാകുലരായത്. ടാറിംഗ് അശാസ്ത്രീയമാണെന്ന് തെന്മല ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചൂണ്ടിക്കാട്ടി. വളരെ മോശപ്പെട്ട രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലെവലില്ല. അതുമല്ല എപ്പോഴും ഈ ഭാഗം പൊക്കോണ്ടിരിക്കുന്നതാണ്. ഈ മഴ പെയ്യുമ്പോൾ ഇളകി പോകുന്നതാണ്. അവർ ഞങ്ങൾ കഴിഞ്ഞ പണി തുടങ്ങിയതിൻ്റെ അന്ന് തന്നെ ഒന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം ചെയ്യണം, മൊത്തം ഇളക്കിയിട്ട് നല്ല പൊടിയെല്ലാം മാറ്റിയിട്ട് തൂത്തുവാരിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ അതൊന്നും ചെയ്യാതെ വെറുതെ അതിൻ്റെ മേളിൽ കൂടെ ടാർ പോലും ഒഴിക്കാതെ നിന്ന് ചെയ്തുകൊണ്ട് പോകും. ഈ 2 വളവ് ഞങ്ങൾ നല്ലോണം ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവരൊന്നും ചെയ്താൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഈ വാട്ടർ സൂപ്പറിന്റെ. മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡ് നവീകരിക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യമുയർത്തിയിരുന്നു. ഒടുവിൽ ടാറിംഗ് ആരംഭിച്ചപ്പോൾ അത് കാട്ടിക്കൂട്ടലായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. 8 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നവീകരിക്കുന്നത്. വെറും തറയിൽ മെറ്റിൽ പാകാതെ ടാർ ചെയ്യുകയാണ് കരാറുകാർ. ഒരു മഴയെ അതിജീവിക്കാനുള്ള ശക്തി പോലും റോഡിനുണ്ടാവില്ലെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ശാന്തിഗിരി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീളുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മാർച്ച് 23-ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമൂഹത്തിൽ ദാരിദ്ര്യവും രോഗവും അനുഭവിക്കുന്നവർക്ക് സഹായവുമായി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങളാണ് നിർധനരായ രോഗികൾക്ക് ആശ്രമം നൽകുന്നത്. മൈലം ഗ്രാമപഞ്ചായത്തിലെ 3000-ഓളം കുടുംബങ്ങളിൽ മെഡിക്കൽ സർവേ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവശത അനുഭവിക്കുന്ന നിർധനരായ ഒരു കുടുംബത്തിലെ ഒരു രോഗിക്കാണ് ചികിത്സാ സഹായം ലഭ്യമാക്കുക. സർവേയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് അലോപ്പതി ഉൾപ്പെടെയുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശാന്തിഗിരി തിരുവനന്തപുരം സിദ്ധ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സർവേ നടത്തുന്നത്. മാർച്ച് 23-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്തിലെ നിർധനരായവർക്ക് 5 ടൺ അരി വിതരണം ചെയ്യും. 500 കുടുംബങ്ങൾക്ക് 10 കിലോ അരി വീതമാണ് ലഭ്യമാക്കുക. 23-ാം തീയതി ഞായറാഴ്ച ശിഷ്യപൂജിത ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത ഈ ആശ്രമത്തിന്റെ തിരിതെളിയിക്കൽ കർമ്മം നടക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾക്ക് സഹായമാകുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 250-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതികൾ, അവർക്ക് പഠിക്കുന്നതിനുള്ള സഹായം, അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്നതിനായി ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം ഇന്നു മുതൽ ഈ പഞ്ചായത്തിലെ വിവിധ വീടുകളിൽ സർവേ നടത്തുകയും ആ സർവേയിൽ നിന്നും കിട്ടുന്ന രൂപം വെച്ചുകൊണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഏതെല്ലാം വിധത്തിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുവാൻ ആശ്രമം സജ്ജമായിരിക്കുകയാണ്. 23-ാം തീയതി മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ആശ്രമത്തിന്റെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത്. അർഹതയുണ്ടായിട്ടും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ലഭ്യമാക്കും. പഞ്ചായത്തിലെ ഏറ്റവും നല്ല 10 കർഷകരെ ചടങ്ങിൽ ആദരിക്കും. 250 നിർധന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം നൽകും. വികലാംഗർക്കും അനാഥർക്കും വിവിധ സഹായങ്ങൾ ലഭ്യമാക്കും. സ്വാമി ഗുരുമിത്രൻ, ജി നടരാജൻ, കെ രമണൻ, സജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആര്യങ്കാവ് കൃഷിഭവനെതിരെ പ്രാദേശിക ചാനൽ പ്രവർത്തകരും ചില രാഷ്ട്രീയ നേതാക്കളും നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ആര്യങ്കാവ് കാർഷിക വികസന സമിതി ആവശ്യപ്പെട്ടു. അപവാദം പ്രചരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സുതാര്യമായും മാതൃകാപരമായുമാണ് കൃഷിഭവൻ പ്രവർത്തിക്കുന്നതെന്ന് കാർഷിക വികസന സമിതി പ്രവർത്തകർ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് വികസന സമിതി. പ്രാദേശിക ചാനൽ പ്രവർത്തകനും ചില രാഷ്ട്രീയ നേതാക്കളും നടത്തുന്ന ഇടപെടൽ മൂലം കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി സമിതി ചൂണ്ടിക്കാട്ടി. നല്ല രീതിയിൽ കൂടെ ഇപ്പം നല്ല ഒരു പ്രവർത്തനം ഈ 10 വർഷക്കാലമായിട്ട് നടക്കുന്നു.
എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അല്ല കുറച്ച് നാളുകളായി, വർഷങ്ങളൊന്നും ആയിട്ടുള്ള കുറച്ച് നാളുകളായി ഈ പ്രവർത്തനത്തെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ അവിടുത്തെ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് ചില ചാനൽ വഴിയും പത്രത്തിൽ കൂടെയൊക്കെ ചില അഭിപ്രായങ്ങൾ കൊടുക്കുകയും ചെയ്യും. അത് നിരന്തരമായ ഒരു ശല്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. തുടർച്ചയായിട്ട് ഇത് ചാനലിൽ കൂടെ ഇത് വരുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ആലിക്കാവ് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്പേരായി മാറുന്നു. അതോടൊപ്പം അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഈ കാർഷിക വികസന സമിതിക്ക് തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഉദ്യോഗസ്ഥരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് വികസന സമിതിക്ക് അംഗീകരിക്കാനാവില്ലെന്നും അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കൃഷിഭവനെതിരായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ വികസന സമിതി പ്രസിഡന്റ് ബി അയ്യമ്മാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാർഷിക വികസന സമിതി യോഗത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു. മാധ്യമപ്രവർത്തകന് നേരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായും സമിതി വൈസ് പ്രസിഡന്റ് പി ഒ യോഹന്നാൻ പറഞ്ഞു. സമിതി അംഗങ്ങളായ എ ജോസഫ്, അഗസ്റ്റിൻ പുതുശ്ശേരി, വിജയമ്മ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. MC റോഡിൽ കൊട്ടാരക്കര ഭാഗത്ത് വാഹനാപകടങ്ങളും അപകട മരണങ്ങളും പതിവാകുന്നു. ഒരു മാസത്തിനിടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. കൊട്ടാരക്കരയ്ക്കും കുളക്കടയ്ക്കും മധ്യേ ഒരു മാസത്തിനിടെ ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റോഡ് മുറിച്ചു കടക്കവേ വാനിടിച്ച് മരിച്ച കുളക്കട കൊച്ചുപ്ലാവിളയിൽ ജഗദമ്മയാണ് ഒടുവിലത്തെ രക്തസാക്ഷി. 2 ആഴ്ച മുൻപാണ് കുളക്കട സ്വദേശി നാരായണൻ ഇതേ സ്ഥലത്ത് വെച്ച് വാഹനാപകടത്തിൽ മരിച്ചത്. MC റോഡിൽ കുളക്കട മുതൽ കൊട്ടാരക്കര വരെയുള്ള ഭാഗത്ത് കൊടും വളവുകളാണ്. ഇരുവശവും കാണാൻ കഴിയാത്ത നിലയിലുള്ള വളവുകൾ വൻ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. വളരെ വീതിയേറിയ പാതയാണെങ്കിലും കാൽനടയാത്രികർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. അപകട സൂചക ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന നിരന്തര ആവശ്യമുണ്ടെങ്കിലും കോടതി ഉത്തരവിന് എതിരാകുമെന്നതിനാൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അധികൃതരുടെ വാദം. തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് വാർഡന്മാരുടെയും ഹോംഗാർഡുകളുടെയും സേവനം ഇവിടെ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. MC റോഡ് മനുഷ്യജീവന് വിലയില്ലാത്ത കുരുതിക്കളമായിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര കച്ചേരിമുക്കിലെ ചരിത്രപ്രസിദ്ധമായ 3 വിളക്കിന്റെ വെളിച്ചം കെടുത്തിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും അലംഭാവമാണ് ഈ ചരിത്ര വിളക്കിന്റെ വെളിച്ചം കെടാൻ ഇടയാക്കിയത്. ശ്രീമൂലം തിരുനാളിന്റെ ഷഷ്ട്യബ്ദപൂർത്തി സ്മാരകമായി 1093 സ്ഥാപിച്ചതാണ് ഈ വിളക്ക്. പിന്നീട് ശരറാന്തൽ മാറ്റി വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചു. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും സൌകര്യമൊരുക്കിയിരുന്നു. കാലം പുരോഗമിച്ചെങ്കിലും 3 വിളക്കിന്റെ ഉപയോഗം തുടർന്നു. ഇതാണിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനാണ് വിളക്കിന്റെ സംരക്ഷണ ചുമതല. എന്നാൽ വിളക്ക് പ്രകാശിപ്പിക്കാത്തത് വൈദ്യുത ബോർഡിന്റെ അനാസ്ഥയാണെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഷ്യം. കച്ചേരിമുക്ക് കൊട്ടാരക്കരയുടെ ഹൃദയഭാഗമാണ്. മഹാഗണപതി ക്ഷേത്രവും മിനി സിവിൽ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഹെഡ് പോസ്റ്റ് ഓഫീസുമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ വെളിച്ചം പരത്തിയ ചരിത്ര സ്മാരകത്തിനാണ് അധികൃത അനാസ്ഥയിൽ ദുർഗതിയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF വിട്ട KR ഗൗരിയമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി R ബാലകൃഷ്ണപിള്ള. ഗൗരിയമ്മയെ UDF 20 വർഷം ചുമന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ക്രമക്കേടുകൾ അറിഞ്ഞുകൊണ്ട് മൌനം പാലിച്ചെന്നും പിള്ള. മോഡി വിഭാഗീയതയുടെ പ്രതീകമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CPM-ൽ സ്ഥാനാർത്ഥിയാക്കാൻ കൊള്ളാവുന്നവരില്ലെന്നും ഉമ്മൻചാണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം KB ഗണേഷ് കുമാർ മന്ത്രിയായേക്കും. ഗണേശും പിള്ളയും മുഖ്യമന്ത്രിയും പത്തനാപുരത്തെ രഹസ്യ ചർച്ച നടത്തി. വേട്ടയാടി പിടിച്ച മയിലിനെ പാകം ചെയ്ത് കഴിക്കുന്നതിനിടെ 4 അംഗ സംഘത്തിലെ 2 പേർ വനപാലകരുടെ പിടിയിലായി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.